മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് FC മൊബൈലുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീം റിവ്യൂവും ഒക്കെയാണ്, പിന്നെ കുറച്ച് അപ്ഡേറ്റ് തരാം കൂടി ചെയ്യാം. പറ്റുമെങ്കിൽ നമുക്കൊരു 1000 ജമ്മാണ് ഫീച്ചറിൻ്റെ പാക്കും കൂടെ ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നമുക്ക് ഇത് കളിക്കാം. എന്തായാലും നമുക്ക് ഫുട്ബോൾ സെൻ്ററിനകത്ത് നമുക്ക് ലിബർട്ടഡോറസിൻ്റെ ഇത് കളിക്കാം. ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈനപ്പ് ഇതാണ്. ടീമിൻ്റെ ജൂനിയർ FC ആണ് ഞാൻ എടുത്തത്. പേരണ്ടപ്പം ബെറ്ററായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, നമുക്കപ്പം ക്വാർട്ടർ ഫൈനലിൽ കളിക്കാം. 3 മാച്ചുകൾ തന്നെയാണ്. ഇതായിരിക്കുമെന്ന് പിന്നെ പുറകെ ഒരു ഇത്തിരി പാട്ട് വേണം കേൾക്കാം. അത് അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കണം, അതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് തുടങ്ങാൻ പോവാണ്. ഒരു എതിരെ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെയിം ഇത് തന്നെയാണ്. 4 റേറ്റഡ് ആണ് നമ്മുടെ ടീം. ഓപ്പോസിറ്റ് ടീം 4 റേറ്റഡ് ആണ്. നമ്മുടെ ഹാർഡ്കോർ ഗെയിം _game_1 ആണ്. SHT ആണ് ഓപ്പോസിറ്റ് ടീമിൻ്റെ യൂസറിൻ്റെ പേര്. ഓക്കെ ഗൈസ്, അപ്പം ഓക്കെ, നല്ല ഇൻട്രോ ഒക്കെ ഉണ്ട്. ഇതിനും പ്രീമിയർ ലീഗിനും ഒക്കെ നല്ല ഇൻട്രോ ഉണ്ട്. എന്തായാലും നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. FC മൊബൈൽ പ്ലെയേഴ്സിൻ്റെ ക്ലാരിറ്റി ഇപ്പോൾ നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഫുട്ബോളിൻ്റെ അത്രയില്ല. ഈ ഫുട്ബോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് വീഡിയോ കാണത്തില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പാസ് കിട്ടി. ഓക്കെ, ഷോട്ട് അടിക്കാം. ഓ, നല്ല സേവ് ആയിരുന്നു ഗൈസ്, നല്ലൊരു സേവ്. ഓ ഗൈസ്, നമുക്കെന്തായാലും ഇതിൻ്റെ ഒരു മാച്ച് കളിക്കാം. എന്നിട്ട് ഓക്കെ 2-3 ദിവസത്തിൻ്റെ കളിക്കാം. ഓക്കെ, ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഹിനോജോസ. ഓക്കെ, സപ്പോസ് പ്ലെയേഴ്സിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. നല്ലൊരു ഷോട്ട്. ഓ, ഒരു നക്കിൾ ബോൾ കണക്കത്തെ ഒരു ബോളാണ് അത്. നേരെ പോയിട്ടൊരു അവസാനം ഒരു കർവ്. ഓക്കെ, നമുക്കെന്തായാലും പന്തെടുക്കാം. വലിയ ഹാർഷായിട്ട് ഞാൻ കളിക്കുന്നില്ല ഡിഫൻസ്. അവരടിക്കുന്നെങ്കിൽ അടിക്കട്ടെ. യെസ്, അടിച്ചിട്ടുണ്ട്. സാൻഡി ഡേ ബ്രോമ പറയുന്ന പ്ലെയർ. അവർ പക്ഷേ നല്ല ആംഗിള് ഇല്ലേ, നന്നിട്ട് ഒരു ട്രിവല്ല ഷോട്ടും കൂടെ. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചു പിടിക്കാം ഗൈസ്. ബക്ക ടു മോറെ ഹെറ. നല്ല ത്രൂ പാസ് കളിച്ച് നമ്മൾ കയറുന്നുണ്ട്. നമുക്ക് അവൻ്റെ ടെക്നിക്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നല്ല സ്ലൈഡിങ് ടാക്കിൾ, ഗുഡ് ടാക്കിൾ തന്നെ പറയണം. ഓക്കെ, ഓക്കെ, പ്ലെയറിനെ വലിക്കാം. യെസ്, വീണ്ടും ഒരു ചിപ്പിംഗ് ബോൾ. ഓക്കെ, പെക്ക. ഓ ഗൈസ്, ഓക്കെ, നമുക്ക് വീണ്ടും പന്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ഫിനിഷിങ് ഒരു പ്ലേയേഴ്സിന് നല്ലതല്ല, അതാണ് മെയിൻ പ്രോബ്ലം. ഓക്കെ, നല്ല പ്ലേ ആണ്. ഓക്കെ, ഫൗളാണോ ചോദിച്ചാലല്ല ഗൈസ്. ഓക്കെ, നല്ല ഗുഡ് എന്ന് തന്നെ നമ്മൾ പറയണം. തോക്കുവാണെങ്കിൽ തന്നെ എനിക്കൊരു പ്രശ്നമില്ല ഗൈസ്. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ തോക്കണമെന്നാണ് അല്ലേ, നിങ്ങളോട് ഞാൻ അതേ പറയത്തുള്ളൂ. തോക്കുവാണോ നല്ല രീതിയിൽ കളിച്ച് നോക്കണം. ഫോർഫിറ്റ് എന്ന് പറയുന്ന ഒന്നും ചെയ്യില്ല. ലാഗ് വന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ലാഗ് വന്നപ്പോഴെങ്കിലും ഫുള്ള് പോയി.
നല്ല അറ്റാക്ക് ചെയ്ത് വന്ന സംഭവം. പന്തൊന്നും നമ്മളെ കൈ വെച്ച് കളിക്കാൻ കുറച്ച് നേരം, ഇന്ന് പ്ലേയേഴ്സിനെ കുറച്ച് വലിക്കാൻ ഗൈസ്. അവൻ്റെ നെറ്റ് ഇത്തിരി കുറവാണ് ഓപ്പോസിറ്റ് ടീമിൻ്റെ പ്ലെയറിൻ്റെ. അപ്പോൾ കളിക്കുന്നു. എനിക്കാണ് പക്ഷെ നെറ്റ് കിട്ടില്ലാത്ത എനിക്ക്. രണ്ടാമതിന് തോറ്റിക്കാണ് ഗൈസ്. ഹാഫ് ടൈമായി. നമുക്ക് റൈറ്റ് ബാക്ക് വേണ്ട, സെൻറ്റർ ബാക്ക്. ടീമിൽ കിടക്കുന്നവന്മാരാണ് ഓവിയാറുള്ള. ബാക്കിയുള്ള എല്ലാം നല്ല കൂറ ഓവിയാറ്. മെല്ലെ എന്തെങ്കിലും കൈ വെക്കാൻ കുറച്ച് നേരം. ഓട്ടോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബക്കയ്ക്ക് വരാൻ കൊണ്ടുപോകണം. ബക്ക അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓടി കയറി. യെസ്, ഗുഡ് ത്രൂ പാസ്, ഗുഡ് ത്രൂ, ഗുഡ്. രണ്ടാമത്തെ കൊണ്ട് കളഞ്ഞു. വാട്ട് ഈസ് ദിസ് ഗൈസ്? നമ്മുടെ വീഡിയോക്കുള്ള ടൈമാണിത്. 20 മിനിറ്റ്സ് ഒക്കെ പിന്നെയും കിട്ടും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ചില സീനൊക്കെ കട്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഫൗൾ ഒപ്പീനിയൻ ഉണ്ട് അവിടെ. ഓക്കെ, ഓഫ്സൈഡ്. നമുക്ക് ഡിഫെൻസീവ് ഇട്ട് കളിക്കാം. ഡിഫെൻസിങ് ഇട്ട് കളിക്കാം ഗൈസ്. നമ്മൾ പന്ത് ഉമ്മാരി കളയത്തില്ല. ഒരു ഐസ്ക്രീം കഴിച്ചാണ് ഗൈസ്. തൊണ്ട ഭയങ്കര പ്രശ്നം. പിന്നെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും വരാമെന്ന്. ഇനി എന്തായാലും നല്ല രീതിക്ക് തന്നെ വീഡിയോ വരും. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. ഇപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. ഇപ്പം 2-3 പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. 2 പേര് കൃത്യമായിട്ട്. 4 അവിടെ നിന്ന് 5 പിന്നെ 6. ബക്കയെ മാറ്റാനുള്ള ആവശ്യമൊന്നുമില്ല. ബക്ക. ഓ, നല്ല ഷോട്ട്. ഇതുകൊണ്ടാണ് ബക്കായെ മാറ്റണ്ടെന്ന് ഞാൻ പറഞ്ഞ ഗൈസ്. നല്ല ഷോട്ടായിരുന്നു ഗൈസ്. ക്ലിയർ ചെയ്തു. വീണ്ടും കൊണ്ടുവന്നു. ബക്കയെ മാറ്റി. ബക്ക മാറ്റിയോടാ. ഞാൻ അങ്ങോട്ട് വെച്ചില്ലേ ഇട്ട്. ഓക്കെ, 6 മിനിറ്റ് ഉണ്ട്. ഇനി നമ്മുടെ പന്തുണ്ട് ഗൈസ്. ബക്ക എല്ലാവരും ചത്ത് എന്ന് കളിക്കാനല്ലോ ഗൈസ്. സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താൻ എനിക്ക് താല്പര്യമില്ല. യെസ് ഗൈസ്, നമ്മൾ കംബാക്ക് നടത്തിയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് 7 ഗോൾ നേടിയിട്ടുണ്ട് ഗൈസ്. അപ്പം എക്സ്ട്രാ ടൈം പോകാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, വീഡിയോ ഇത്രയും കൂടി ഇതാവും ഗൈസ്. അപ്പം 3 മിനിറ്റാണ് ആഡ് ഓൺ ടൈം. 3 മിനിറ്റ് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പോകും. യെസ്, ഇതാ. ഓക്കെ, എക്സ്ട്രാ ടൈമിലേക്ക്. പെനാൽറ്റീസ് പോകുന്ന വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് പറയണം ഗൈസ്. ഓക്കെ, ഇത്തിരി പാടായിരിക്കുമെന്നാണ് എൻ്റെ ഇത് പറയല്. വലിയ കുഴപ്പമില്ലായിരിക്കും അല്ലേ? പുതിയ 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ വീഡിയോയ്ക്കൊക്കെ ഇത്തിരി കൂടി വ്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ നല്ല ഡിഫെൻസീവ്. ബക്കയെ മാറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ മാറ്റുന്നില്ല. നന്നായിട്ട് ഇതാവട്ടെ, അന്നേരം കട്ട് ഇത് ചെയ്യാം. ഓ
wall breaking pass. അടിയടാ. യെസ്. ഓക്കെ ഗൈസ്, അപ്പം 105 ലാസ്റ്റ് മിനിറ്റ്. ആദ്യ എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന മിനിറ്റ്, അതായത് 105 മിനിറ്റ് ഒരു ബാങ്ങർ അടിച്ചിട്ടുണ്ട്. ഇനി അവനെ അടുപ്പിക്കാതെ ഇരുന്നാൽ മതി. നമുക്ക് വേണമെങ്കിൽ വെറുതെ സമയം കളയാം. ഓക്കെ ഓക്കെ, വിസിലടിച്ചു. ഓക്കെ ഗൈസ്, വെള്ളം കഴിച്ചാണ് ഗൈസ്. ഓക്കെ, ഓട്ടോ പ്ലേ ആയിപ്പോയി. ഞാൻ വെള്ളം കുടിക്കാൻ പോയത്. പിന്നെ ഗൈസ് ഫോണിലായതുകൊണ്ടാണ് ഈ കൺട്രോൾ കിടക്കുന്നത്. അതിനകത്ത് കൺട്രോൾ ഒളിപ്പിക്കാൻ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഗൈസ്, പ്ലീസ്. ഓക്കെ ഓക്കെ, നല്ല കയറാനുള്ള ശ്രമം. ഒരു കട്ട് ബാക്ക് ആയിരുന്നു, പക്ഷേ നമ്മുടെ പ്ലെയർ എന്തായാലും പിടിച്ചിട്ടുണ്ടത്. ഓക്കെ, പക്കാ പക്കാ പാസ്വേഡ്. പക്ഷേ ഞാൻ ചിപ്പ് ചെയ്ത് കൊടുക്കാൻ നോക്കിയത്, പക്ഷെ ഒത്തില്ല. ഓ, നല്ല സേവ്, നല്ല നല്ല സേവുകൾ. ഇതേ കണക്കാകട്ടെ. ഓക്കെ, നല്ല പാസിങ്, നല്ല ത്രൂ പാസ്. ഇത് കൊള്ളത്തില്ലായിരുന്നു. എന്താണ് ഗൈസ് ഇത്? ലാസ്റ്റ് മിനിറ്റ് അടുപ്പിക്കല്. ഓക്കെ, ക്ലിയർ ചെയ്യണം. യെസ്, ദാറ്റ്സ് ദ ഫൈനൽ വിസിൽ. ഞാൻ പറഞ്ഞ കണക്കന്നെ തൂക്കണോ സന്തോഷത്തോടെ നോക്കണം. ഓക്കെ, ഗുഡ് പ്ലേ എന്തായാലും കളിച്ചിട്ടുണ്ട്. SHT ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നീ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഡാ അല്ലെങ്കിൽ ഡി. ഓക്കെ, ആരായാലും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഫേസ് ക്യാം ഇടണോ വേണ്ടതെന്ന് നിങ്ങൾ പറയണം. ഓക്കെ ഗൈസ്, നിങ്ങളൊക്കെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഇടാനാണ് താല്പര്യം. പിന്നെ ഒരു ഇത്തിരി ലാഗ് വന്നിട്ടുണ്ട് ഗൈസ്, ഇത്തിരി ലാഗ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് ഞാൻ വരാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാനൊന്ന് പാക്ക് ഓപ്പൺ ചെയ്തതാണ് ഗൈസ്. ഈ ബാലൻഡോറിനകത്ത് ഞാനിത് മെയിൻലി ആ ജെമ്മ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ്. പ്ലേയേഴ്സിന് ചെയ്യാം, പക്ഷേ അത് അതിന് മാത്രമുള്ള ഇതില്ല. ആകെ 100 ഉള്ളതാണ്. ഞാനത് ഫുള്ള് ഫിനിഷ് ചെയ്തായിരുന്നു. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. വീക്ക് 1, 2, 3 എല്ലാം 4 വരെ കംപ്ലീറ്റ് ചെയ്തു. വേണ്ടേ, വീക്ക് 4, വീക്ക് 3, ഞാൻ്റെ വീക്ക് 4 എന്നത് വീക്ക് 3 കാണിച്ചു തരാം ഗൈസ്. വീക്ക് 3 അതും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് കോമനെ കിട്ടിയത്. പിന്നെ വീക്ക് 2 ഓക്കെ പാട്ടായിരുന്നു ഗൈസ്. ഞാൻ വരെ ചാടി പോകുന്നത്. ഓക്കെ, ഒരു ഇതാണ് വീക്ക് 2. നിങ്ങൾക്ക് ആ പാട്ട് ഡിസ്റ്റർബിങ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഗൈസ്. ഞാൻ അത് അടുത്ത വീഡിയോ മാറ്റാം. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ 2 വീഡിയോ ആയിരിക്കും. ഞാൻ ഇന്നിപ്പോൾ 2 വീഡിയോ റെക്കോർഡ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ. ഉറപ്പൊന്നും പറയാൻ. ഓക്കെ, അപ്പം നമ്മളപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ്. 4th വീക്കാണ് നമ്മളെ കംപ്ലീറ്റ് ചെയ്ത്. ലാസ്റ്റ്ലി അത്രയുള്ളതാണ്. പിന്നെ ജമ്മ് കിട്ടാൻ വലിയ ഇതെന്നാണ് എല്ലാവരും പറയുന്നത്. ക്വിസ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഞാൻ ക്വിസെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് 2000 കിട്ടിയത്. അതുകൊണ്ട് വാച്ച് ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പം ഞാൻ ഈ ആഡ് ഒന്ന് കണ്ടിട്ട് വരാം. ആ സൗണ്ട് വേണം, കേൾക്കത്തില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ട് ഞാൻ വരും. ഓക്കെ, കണ്ടു കഴിഞ്ഞിട്ട് റിവാർഡ് കളക്ട് ചെയ്യാൻ നേരം കാണാം. നോക്കണം ഗൈസ്, ഈ ഗെയിം ട്രിക്ഡാണ്. ഞാൻ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് അങ്ങോട്ട് മാറിയപ്പോഴെങ്കിലും ഒന്ന് ഇത്തിരി ഇതായിപ്പോയി. ഞാൻ പോസ് ചെയ്ത വീഡിയോ എപ്പോഴെങ്കിലും ബാക്കായിപ്പോയി. എന്നിട്ട് ഞാൻ അടുത്തപ്പോൾ ഉണ്ടല്ലോ, നോക്ക്, no ads available now. Sorry, there are no ads available for now. Please try again later.
എന്താണ് ഗൈസ്, ഇതും കൂടെ എനിക്ക് ചെയ്തതാ എൻ്റെ ബാലൻഡോറിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യും. എന്തോ കോണ്ടൻസ് ബാലൻഡോർ സ്റ്റാൻഡേർഡ് പാക്ക്. വാട്ട് ഇസ് ഗൈസ്, ദിസ് ഗെയിം ഇസ് റെഡ്. ഓക്കെ, നമ്മുടെ ടീം നോക്കാം. എനിക്കിപ്പോൾ 4 ടീമുണ്ട് ഗൈസ്. അപ്പം ആദ്യം ഞാൻ എപ്പോഴും ഇടുന്നതാണ് ഈ ടീം. ഇത് 433 ആണ് എല്ലാം. ഇത് 1,540,000 ഉള്ളൂ റേറ്റിംഗ്. നോഹ സദോയ്, പെപ്ര, പണ്ഡിത, ഡാനിഷ് ഫറൂഖ്, ലൂണ, രാഹുൽ KP, പ്രഷപ്രണവ് എന്നാണ് കിടക്കുന്നത്. പ്രവീൺ എന്നാണ്. പിന്നെ ഡോങ്ലിങ്, എയ്ബൻ ഡോങ്ലിങ്, പ്രീതം കോട്ടാൽ, ഹോമിപ്പാവ്, സന്ദീപ് സിംഗ്, സച്ചിൻ സുരീഷൊക്കെയാണ്. പിന്നീട് നമുക്ക് ബാലൻഡോറിൻ്റെ എഴുതിയതുണ്ട്. ഞാൻ ബാലൻഡോർ പ്ലേസ് മാത്രമേ ഇടത്തുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷേ ലെഫ്റ്റ് വിങ് ആയിട്ട് ആരും ഇല്ല. അതുകൊണ്ട് ഞാൻ റൊണാൾഡീനിയോ ഇട്ട് ഐക്കോണാണ്, അത് മാറ്റണം. ഓക്കെ, അപ്പോൾ റൊണാൾഡീനിയോ, ലെവൻഡോസ്കി, ജൂനിയർ അൽവാരസ്, സിഡാൻ, ക്രോയഫ്, ഗോഡ്സെ, ഗവാർഡിയോൾ, കോമൻ, ഹമ്മലസ്, കാർവഹാൾ, ലോറിസിൻ്റെ കാർഡ് ഞാൻ റാങ്കപ്പ് ചെയ്തതാണ്. ഇപ്പോഴും വേണം കിടപ്പുണ്ടോ ഗൈസ് ലോറിസിൻ്റെ. പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ലോറിസിൻ്റെ ഇതാണ് കിട്ടിക്കൊണ്ടു. അതുകൊണ്ട് കുറച്ച് എനിക്ക് വീണ്ടും ചെയ്യാം, പക്ഷേ ചെയ്യാൻ താല്പര്യമില്ല ഗൈസ്, സത്യം പറയാം. ഇത് ട്രേഡബിളാണോ? അല്ലല്ലോ. ട്രേഡബിളായിട്ടുള്ള ട്രേഡബിൾ അല്ലാത്ത 2 ബ്ലാസിനെ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡബിളാണെന്ന് എൻ്റെ ഒരു കൂട്ടം ചുമ്മാ കളർത്തണം. ഇത് ഓവിയാറിൻ്റെയാണ്. അതിനകത്തിപ്പം മാർക്ക് ബാറ്ററ മാത്രമേ വന്നിട്ടുള്ളൂ. ഹംബലസ് ഇതിലോട്ട് വന്നു. പിന്നെ ഇതിനകത്തും മുള്ളറും ഡഗ്ലിസും ഇതിനകത്തുണ്ട്, എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഫേവറേറ്റ് പ്ലേയേഴ്സ്, ഇത് ശരിക്കുള്ളതല്ല, ഇത് മറ്റത് തന്നെയാണ്. പക്ഷേ ഫേവറേറ്റ് പ്ലേയേഴ്സിനെ ഞാൻ മേടിച്ചിരിക്കുന്നേ ഉള്ളൂ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അത് മോസ്റ്റ് ഓഫ് ദ കാർഡ്സും ബാലൻഡോർ തന്നെയാണ്. മറ്റേ വിഷ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ റൊണാൾഡോ പിന്നെ കാണാം. ഓക്കെ, നമ്മുടെ യാഷിൻ ഗോൾ കീപ്പർ 105-ൻ്റെ, 104-ൻ്റെ റോബർട്ടോ കാർലോസ്, 105-ൻ്റെ സെൻറ്റർ ബാക്ക് കനവാറോ, 104-ൻ്റെ സെൻറ്റർ ബാക്ക് കോമൻ. എനിക്ക് 104-ൻ്റെ അല്ല. പിന്നെ 104-ൻ്റെ ലഹാം, പിന്നെ 105-ൻ്റെ ജൂഡ് ബെല്ലിംഗ്ഹാം, 105-ൻ്റെ മോറിച്ച്, 105-ൻ്റെ സിഡാൻ ഓൾറെഡി ഉണ്ട്. പക്ഷേ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് റാങ്കപ്പ്, അതല്ലാതെ ഒരു കാർഡ് കിട്ടിയാൽ കൊള്ളാം. പിന്നെ റൊണാൾഡീനിയോ 105-ൻ്റെ നല്ല കാർഡാണ് റൊണാൾഡീനിയോൻ്റെ. ആദ്യമേ ഒരു ഇത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു, കാര്യം എനിക്കെല്ലാം ഇഷ്ടമല്ല എന്ന കാർഡ്. പക്ഷേ കളിച്ചു നോക്കുമ്പോൾ നല്ല പൊളി കാർഡാണ്, റിയൽ ലൈഫ് പോലും ഉണക്കുമല്ലോ. പിന്നെ നമ്മുടെ റിവാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, 105-ൻ്റെ ലെഫ്റ്റ് വിങ് റിവാൾഡോ സബ്സ്റ്റിറ്റ്യൂഷനിലായിരിക്കും മിക്കവാറും. പിന്നെ 105-ൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് മെയിൻ ടീം എന്തായാലും കാണും. റൈറ്റ് വിങ്ങായിട്ട് മെസ്സി, സ്ട്രൈക്കേഴ്സായിട്ട് റൊണാൾഡോയും ഹാലൻഡും. റൊണാൾഡോ ആയിരിക്കും മെയിൻ ടീം, ഹാലൻഡ് ഇതുമായിരിക്കും. റിവാൾഡോനെ ഞാൻ ഇപ്പം മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഒരിത്തിരി കൂടി ഇതുമാണ് കോയിൻസ്. ഓക്കെ, അപ്പം നമുക്ക് ജെംസ് കിട്ടാൻ ഇപ്പം എന്തോ ചെയ്യാമെന്നിരിക്കുകയാണ്. നമുക്കെന്തായാലും മറ്റേ 20-ൻ്റെ പാക്കൊന്നും തന്നില്ല, നമുക്കിവിടെ ഇത് മാറ്റായിരുന്നു. അപ്പം നമുക്കൊരു 15 ഇട്ട് എത്ര 15 വേണ്ട, 29 ഒരു 50 ഇട്ടാലും 50 ഇട്ടാൽ 100 ഇട്ടാൽ 300, മാക്സിമം 400, 350 ഇട്ടാൽ ഓക്കെ അത് കുറയ്ക്കാം. 350 അല്ല 300 കൊടുത്താലോ, 300 കൊടുക്കാം. പിന്നെ 900 250 കൊടുത്താലോ, 18. ഓക്കെ ഓക്കെ ഇത് ചെയ്യാം. 263-ൻ്റെ ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട്.
ഇത് എന്താ ടിക്കറ്റ്സ്. അപ്പം നമുക്കൊരു എത്ര കോയിൻ വേണം, ജിമ്മ് വേണം ഇനിയിപ്പം നമുക്ക് 900 ചെയ്യുമ്പം 9/2 18 വട്ടം ഇത് കിട്ടണം ജംസ്. ഞാൻ അപ്പോൾ ഒരു ഇത് ചെയ്യാം ഗൈസ്, എന്താ മോൺടാജ് ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് ഇട്ടുതരാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ പട്ട ഒരു പാട്ട് തന്നെ ഇട്ട APT. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടോളൂ. അപ്പം ആദ്യത്തെ നമുക്ക് ഇനി ഒരു 18 വട്ടം ഇത് കിട്ടിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ ടിക്കറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 400 ആയിട്ടുള്ളൂ. ഇനിയും 600 കോയിൻ വേണം, 600 ജമ്മ് വേണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യും? എക്സ്ചേഞ്ചിനകത്ത് ഇതെല്ലാം ഉണ്ടോ? ഇല്ല ഗൈസ്, ഇല്ല. പിന്നെ ഗൈസ് ചിലപ്പോൾ പിന്നെ ഒക്കത്തുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെ കോയിൻ ജെംസ് ഉണ്ടാക്കും? ചാലഞ്ച് മോഡെല്ലാം കംപ്ലീറ്റ് ആണോ? ഞാനൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇനിയിപ്പം നമുക്ക് ട്രൈബൻസ് എല്ലാം ഉണ്ടോ? കിക്കോസിനകത്തെല്ലാം കിട്ടും. ബാലൻഡോർ വേണ്ട, നമുക്ക് ഫുട്ബോൾ സെൻട്രി നോക്കട്ടെ. ഫുട്ബോൾ സെൻട്രി എല്ലാം കാണും. ജെമ്മാണ് നമുക്ക് ആവശ്യം. കീ മാച്ചസ് കളിച്ചാൽ കിട്ടും. ഇല്ല, ഇത് മാത്രമേ കിട്ടും. അപ്പം എന്താ ചെയ്യും? ഹാലിയുടെ കളിച്ചാൽ ഇത് ലക്ക് വൈസ്, ലക്കിൻ്റെ വയസ്സില്ല. ഓപ്പൺ ചെയ്താലും കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷയില്ല. പിന്നെ ചോർസൊക്കെ കളിച്ചു, ഡെയിലി ചോർസ് എൻ്റെ പ്ലാനും കിട്ടി ഓൾറെഡി. ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ടാണ് മറ്റേ ഈ കോയിൻ കിട്ടിയത്. ആഡ് കാണാൻ നോക്കും. ഓക്കെ ഐസ്, അപ്പം നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മറ്റേതിനകത്ത് ഇത് കിട്ടിയോന്നല്ലൂടാ.
നോക്കാം, ഇല്ലെങ്കിൽ അതിനകത്ത് ആഡ് പിന്നെയും കാണാം. എന്തായാലും ഒരു 100 കോയിൻ കിട്ടിയിട്ടുണ്ട്. 500 ഇനിയും 500 കോയിൻ വേണം. ഇതിനകത്ത് ഇപ്പോഴും ആഡ് കിട്ടിയിട്ടില്ല. എന്താണ് earn 500 football center points in total. ഇനിയും 2 കളി കളിക്കേണ്ടി വരും. ഇപ്പം തന്നെ എത്ര മിനിറ്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങട്ടെ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും ഞാൻ പ്ലേ ചെയ്യാം. 25 മിനിറ്റായി. അതിൻ്റെ വീഡിയോ എന്തായാലും ഇടാം. എന്നിട്ട് അടുത്ത വീഡിയോൻ്റെ തുടക്കം തന്നെ ഞാൻ ഇതിടാം. അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അടുത്ത വീഡിയോൻ്റെ തുടക്കത്തിൽ നമുക്ക് പാക്ക് ആക്കാൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പം ദിസ് ഈസ് യുവർ ഹാർഡ് കോർ ഗെയിമർ സൈനിങ് ഔട്ട്. പീസ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ബെൽ ബട്ടനും കൂടെ അടിച്ചോട്ടേ വരും. അപ്പോൾ ഒന്നുകൂടെ ഔട്ടർ എടുക്കാം. ദിസ് ഈസ് യുവർ ഹാർഡ് കോർ ഗെയിമർ സൈനിങ് ഔട്ട്.